Greetings to you all in the name of our Lord and Savior Jesus Christ. യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. Welcome to Jesus family. ജീസസ് ഫാമിലിയിലേക്ക് നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. We are brothers and sisters because we are purchased by the blood of Jesus Christ. യേശു കർത്താവിൻ്റെ വിലയേറിയ രക്തത്താൽ നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകയാൽ നാം സഹോദരി സഹോദരന്മാരാകുന്നു. And it's a great honor to be with you today. ഇന്ന് നിങ്ങളോടൊപ്പമായിരിക്കുന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ്. I want to thank you for your prayers and your supports and your generosity towards Indian Evangelical Team. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിനോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന്, സഹകരണത്തിന്, സഹായത്തിന് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. Because of your prayers and generosity, God has helped us to bring smiles on the lives of hundreds and thousands of people in our nation over the 53 years. നിങ്ങളുടെ പ്രാർത്ഥനയാലും സഹകരണത്താലും കഴിഞ്ഞ 53 വർഷത്തിൽ അധികമായിട്ട് ഇന്ത്യ രാജ്യത്ത് അനേകായിരങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കുവാൻ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിനെ സ്വർഗത്തിലെ ദൈവം ഉപയോഗിക്കുന്നു. Let's continue to partner and to support so that we will be able to reach many more people to bring smiles on their faces. നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും തുടരുക. അങ്ങനെയായാൽ അനേകായിരങ്ങളുടെ ജീവിതത്തിൽ അവരുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കുവാൻ, അനേകരെ വിശ്വാസത്തിലേക്ക് കരം പിടിച്ച് നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. We pray for you every day. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. In our office, we remember you and we pray for you. ഞങ്ങളുടെ ഓഫീസിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. And our prayer groups also pray for you. ഞങ്ങളുടെ ഹൗസ് ഓഫ് പ്രെയർ നിങ്ങളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. We have 11 prayer groups across the nation. രാജ്യത്ത് ഉടനീളമായിട്ട് ഞങ്ങൾക്ക് 11 പ്രാർത്ഥനാ സങ്കേതങ്ങളുണ്ട്. Sisters sit there for the whole day, right from 9 o'clock till 6 o'clock in the evening, and they pray for different issues and challenges. സഹോദരിമാർ രാവിലെ 9 മണി മുതൽ 5 മണി വരെ നിങ്ങൾക്ക് വേണ്ടി വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി അവർ പ്രാർത്ഥിക്കുന്നു. So if you have any prayer request, if you are going through some crisis and challenges in your life, do not hesitate to call us or send us a text on these numbers that you see. We promise you for that next 30 days we will pray for you regularly. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും സങ്കീർണമായ വിഷയങ്ങളിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എഴുതുവാൻ മറക്കരുത്. ഈ താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുവാൻ മറക്കരുത്. അടുത്ത 30 ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. Once again, as the leader of Indian Evangelical Team, I want to thank you for your prayers and support and generosity. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ ഒരു ലീഡർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ സഹായത്തിന്, നിങ്ങളുടെ സഹകരണത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. This morning I want to share with you what God has put in my heart. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചില ആലോചനകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. It is one of my desire that I hear from God every day. ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് കേൾക്കണമെന്നുള്ളത് എൻ്റെ അതിയായ ആഗ്രഹമാണ്. I'm passionate to hear the voice of God. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് എനിക്ക് അതിയായ ആഗ്രഹം നൽകുന്ന കാര്യമാണ്. I'm not a person who would be satisfied by hearing God once a year or once a month, but I want to hear God every day in my life. വർഷത്തിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ മാത്രം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ പ്രത്യേകമായി ഞാൻ ആഗ്രഹിക്കുന്നു. That makes me more humble and that makes me to be encouraged to run for what God has called me to do. ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിപ്പാനും ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൂടുതൽ ശ്രദ്ധയോടെ ചെയ്യുവാനും അതെന്നെ സഹായിക്കുന്നു. So today I want to encourage every one of you who is listening to this message that you should have a habit to hear God in your life. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കുറിച്ചും എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും ഇതാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള വാഞ്ച നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ. In these next 4 weeks I would be talking about the children of Israel who were delivered from Egypt's slavery and taken into the promised land. അടുത്ത 4 ആഴ്ചകളായിട്ട് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ജീവിതവും അവരുടെ പുറപ്പാടിനെ കുറിച്ചുമാണ്. Last Sunday I was preaching in a church which was celebrating its 10th anniversary. കഴിഞ്ഞ ആഴ്ച ഞാൻ ആയിരുന്ന ചർച്ച് 10 വർഷം അവരുടെ ആഘോഷിക്കുന്ന സമയമായിരുന്നു. The pastor had requested me and asked me if I would come down to their church and share what God would like for them to hear.
ആ ചർച്ചിൻ്റെ ദൈവദാസൻ അവിടേക്ക് വന്നിട്ട് അവരോട് ദൈവവചനം ശുശ്രൂഷിക്കുവാനായിട്ട് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. And so for many weeks I have been asking God, what do you want me to share with this church which is celebrating its 10th anniversary? ആ ചർച്ച് അതിൻ്റെ 10ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് എന്ത് സന്ദേശമാണ് അവർക്ക് നൽകണമെന്ന് ഞാൻ ചില ദിവസങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. And God spoke to me and God gave me a very powerful prophetic word for that church. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ അവർക്ക് വേണ്ടിയുള്ള പ്രവചനാത്മകമായിട്ടുള്ള സന്ദേശം ദൈവം നൽകിയത്. And we saw a mighty anointing and move of the Holy Spirit last Sunday evening in that church. ആ ചർച്ചിൽ കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. And I want to share that message with you in maybe 4 or 5 Sundays to come. അടുത്ത് വരുന്ന 4 ആഴ്ചകളായിട്ട് ആ സന്ദേശം തന്നെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. I shared that message there only for 30 minutes, but here I want to break it and I want to make it more detailed and I want to let you know about the ways of God in these 4 to 5 weeks. അവിടെ ഞാൻ അരമണിക്കൂർ മാത്രമാണ് വചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ചത്. എന്നാൽ ആ സന്ദേശത്തെ തന്നെ പല ഭാഗങ്ങളാക്കി കുറച്ചുകൂടെ വിശദീകരിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. The word that I would be using, or the chapter that I would be using for next 4 to 5 Sundays, is found in the book of Joshua chapter 14. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ നിന്നുള്ള വേദഭാഗമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ അടുത്ത ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നത്. It's about God giving the inheritance to the tribes of Israel. ഇസ്രായേൽ മക്കൾക്ക് ദൈവം അവകാശമായി കൊടുത്ത ഭാഗങ്ങൾ, ആ ഭൂമി അവർ കൈവശമാക്കുന്നതിനെ കുറിച്ചാണ്. They have come to the other side of the Jordan and now they are getting what they should have got as their inheritance in the promised land. അവർ കനാൻ ദേശത്ത് എത്തിച്ചേരുകയും അവിടെ ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരമുള്ള അവകാശം അവർ പ്രാപിക്കുന്നതിനെ കുറിച്ചും പറയുന്നു. But today I want to talk to you about one group of people from the children of Israel who set out from Egypt to go to the promised land. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാനായി പ്രത്യേകമായി ആഗ്രഹിക്കുന്നത് അതിൽ ഒരു വിഭാഗം ആളുകൾ ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം കനാൻ ദേശത്ത് എത്തിച്ചേരുകയും ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിച്ചതിനെക്കുറിച്ചുമാണ്. We know that the children of Israel were in bondage or in slavery under Egypt for 430 years. നമുക്കറിയാം ഇസ്രായേൽ മക്കൾ കഴിഞ്ഞ 430 വർഷം മെസ്രൈമിൻ്റെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കീഴിലായിരുന്നു. When you read the books in the Bible, you will see how difficult and challenging the days were when they were enslaved by the Egyptians. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇസ്രായേൽ മക്കൾ എത്രമാത്രം പ്രയാസത്തിലൂടെയാണ് മെസ്രൈമിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ പോയ സമയത്ത്. In the book of Exodus chapter 1 we read like this, that then came a king who did not know Joseph and he put burdens on the children of Israel. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അനന്തരം യോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി എന്ന്. And they started persecuting and challenging the children of God or the Israelites. ദൈവജനത്തെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ അവരുടെ ദേശത്ത് അവർ പീഡിപ്പിക്കുവാനായി തുടങ്ങി. And they were given all kinds of burden and hard labor work to do, and they were suffering for 430 years. ഇസ്രായേൽ മക്കൾക്ക് കഠിനമായ ജോലി നൽകുകയും അവരെ കഷ്ടതയിലൂടെ നടത്തുകയും ചെയ്ത സമയമായിരുന്നു അത്. But then they cried out unto the living God. എന്നാൽ ദൈവത്തിന്റെ ജനം, ഇസ്രായേൽ ജനം, അവര് ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി. They cried out to the God of their fathers, the God of Abraham, Isaac and Jacob and Joseph. അവരുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തോട് അവർ നിലവിളിച്ചു. Listen to the beauty here. ഇവിടെ നിങ്ങൾ ഇതിന്റെ മനോഹാരിത ഒന്ന് കാണുക. They knew their God and they knew that this God is enough to save us from all kinds of challenges and crises that we are going through. അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ, വെല്ലുവിളികളെ അതിജീവിക്കുവാൻ അവർ സേവിച്ച, അവരുടെ പിതാക്കന്മാർ സേവിച്ച ആ ദൈവത്തിന് കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. They knew that if they could save Abraham, if God could save Abraham, if God could save Isaac and God could save Jacob, definitely God can work for them too. അബ്രഹാമിനെ, ഇസഹാക്കിനെ, യാക്കോബിനെ രക്ഷിച്ചവനായ
ശക്തനായ ദൈവം ഞങ്ങളെയും രക്ഷിക്കുവാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. This morning I want to tell you, my brothers and sisters, if you will cry out to God in times of your crisis, this God will not pass by your prayer, but he will bring the answer at the right time. എൻ്റെ പ്രിയ സഹോദര സഹോദരി, എനിക്ക് നിങ്ങളോടൊന്ന് പറയുവാനുള്ളത്, ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങളുമായി, നിങ്ങളുടെ പ്രയാസത്തിന് നടുവിൽ, നിങ്ങൾ കഷ്ടതയുടെ നടുവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ, നിങ്ങൾ നിലവിളിക്കുമെങ്കിൽ, ഈ ദൈവം നിങ്ങൾക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. David says like this in the Psalms. സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു, In my distress I called out to the living God and he answered to my prayers. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു. Who is your God? ആരാണ് നമ്മുടെ ദൈവം? The character of our God is that he's a prayer answering God. നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. If you will look into the book of Judges, ന്യായാധിപന്മാരുടെ പുസ്തകം നാം in പരിശോധിക്കുമ്പോൾ several places you will see that the children of Israel had gone into bondage. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പല പ്രാവശ്യവും ഇസ്രായേൽ മക്കൾ അടിമത്തത്തിലേക്ക് പോയതായിട്ട്. In the book of Judges chapter 6 we read about the children of Israel under the Midianites. 6-ാം അധ്യായത്തിൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ മിദ്യാന്യരുടെ പക്കൽ അവരെ ഏൽപ്പിക്കപ്പെട്ടതായി നാം വായിക്കുന്നു. And their life was miserable. അവരുടെ ജീവിതം വളരെ ദുഷ്കരമായിരുന്നു. But then the Bible says they called out unto the living God. വിശുദ്ധ വേദപുസ്തകം അവിടെ പറയുന്നു, അവർ അപ്പോൾ ദൈവത്തോട് നിലവിളിച്ചു. And when they cried out to God, God raised Gideon to be their deliverer. അവര് അവിടെ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവർക്ക് വേണ്ടി ഗിദെയോനെ ദൈവം എഴുന്നേൽപ്പിച്ചു. Then when you come to Judges chapter 13, ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ again you will see children of Israel under the bondage of Philistines. ഫെലിസ്ത്യരുടെ അടിമത്തത്തിന് കീഴിലായി തീർന്നു. They were under the bondage for 40 years. അവര് നീണ്ട 40 വർഷം ഫെലിസ്ത്യരുടെ അടിമത്തത്തിന് But കീഴിലായി. then again they called out to their God. അവരപ്പോഴും അവരുടെ ദൈവത്തോട് നിലവിളിച്ചു. And God heard their prayer and God raised Samson to become their deliverer. അവരുടെ നിലവിളി ദൈവം കേൾക്കുകയും അവർക്ക് വേണ്ടി ശിംശോനെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. So what I'm trying to tell you here is that in times of your challenges, in times of your crisis, you should go to our God and he will make a way for you. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? നിങ്ങളുടെ പ്രയാസത്തിൻ്റെ നടുവിൽ, നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ നിങ്ങൾ യഹോവയെ ദൈവത്തോട് നിലവിളിക്കുന്നുവെങ്കിൽ അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരമരുളുകയും ചെയ്യും. Now these children of Israel who were under the bondage of Egypt, they cried out to God and God made a way for them. മിസ്രയീമ്യരുടെ അടിമത്തത്തിന് കീഴിലായിരുന്ന ഇസ്രായേൽ ജനം അവർ യഹോവയെ ദൈവത്തോട് നിലവിളിക്കുകയും അവിടുന്ന് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്തു. After 400 or 430 years, they are coming out from their slavery and walking into the promised land that God has given to them. നീണ്ട 430 വർഷത്തെ അടിമ ജീവിതത്തിന് ശേഷം അവര് മിസ്രയീമിൽ നിന്ന് പുറപ്പെടുകയും ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്ത് എത്തിച്ചേരുകയും So ചെയ്തു. they were very eager to go to the land that God has promised, a land which had flowing of milk and honey. തേനും പാലും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് പോകുവാൻ അവർക്ക് വളരെ വലിയ ഉത്സാഹമായിരുന്നു. Probably they were very excited. അതിന് വളരെ ഉത്സാഹം അവർക്ക് തോന്നിയിരുന്നു. They were looking forward to being in the land where they would have their freedom and they would enjoy the blessings of God. ദൈവത്തിന്റെ സ്വാതന്ത്ര്യവും അനുഗ്രഹവും പ്രാപിക്കുവാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. In the previous days they had seen great miracles of God with their naked eyes. അവരുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് അവർ ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവരാണ്. They saw how God made difference between the Egyptians and the Israelites. ഈജിപ്ഷ്യരും മിസ്രയീമ്യരും ഇസ്രായേലിലും തമ്മിലുള്ള വ്യത്യാസം അവർ കണ്ടതാണ്. They saw when the natural calamities hit, it did not touch the Israelites, but it did affect the Egyptians. പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ മിസ്രയീമ്യരെ ബാധിച്ചിട്ടും ഇസ്രായേൽ ജനത്തെ ബാധിച്ചില്ല എന്നുള്ളത് അവർ കണ്ട് God protected them. ദൈവം അവരെ സംരക്ഷിച്ചു. They even saw how the firstborns of every Egyptian were killed, but not even a single one of the Israelites were touched. മിസ്രയീമ്യരുടെ കടിഞ്ഞൂലുകളൊക്കെയും മരണപ്പെട്ടിട്ടും ഇസ്രായേൽ ജനത്തിന്റെ ആരെയും അത് മരണം വിഴുങ്ങുവാൻ അനുവദിച്ചില്ല. They saw great miracles over the years. കഴിഞ്ഞ വർഷങ്ങളായിട്ട് അവർ ദൈവത്തിന്റെ അത്ഭുതം കണ്ടവരാണ്. But now the Bible says they wandered through the wilderness for 40 long years. ഇപ്പോൾ വേദപുസ്തകം ഇവിടെ പറയുന്നു, നീണ്ട 40 വർഷമായി അവർ മരുഭൂമിയിലൂടെ ഉഴന്നു നടക്കുകയാണ്. I wondered many times why you took 40 years for them to complete this journey.
ഈ 40 വർഷം എന്തുകൊണ്ടാണ് എടുത്തതെന്ന് എനിക്ക് പലപ്പോഴും ആശ്ചര്യം തോന്നിയിട്ടുണ്ട്. It should not have taken so long. അത് അത്ര വലിയ ദൂരമുള്ള സ്ഥലമായിരുന്നില്ല. Oh, they could have been there in 40 days. അത് 40 ദിവസം കൊണ്ട് എത്തിച്ചേരാൻ കഴിയുമായിരുന്നു. But it became further and further, and it took 40 years. അതിനുവേണ്ടി അവർക്ക് ഏതാണ്ട് നീണ്ട 40 വർഷം എടുത്തു. They wandered through the wilderness or the desert for 40 long years. അവർ 40 നീണ്ട വർഷം മരുഭൂമിയിലൂടെ നടക്കേണ്ടി വന്നു. And when we read the Bible very carefully, we see that only 2 of the people who set out from Egypt could reach the promised land. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടവരിൽ 2 പേർ മാത്രമാണ് കനാൻ ദേശത്ത് എത്തിച്ചേർന്നത്. In the book of Numbers, we see Moses giving the figures of the people who set out from Egypt. സംഖ്യാപുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ കനാൻ ദേശത്ത് എത്തിച്ചേർന്നവരുടെ പട്ടിക മോശ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. In chapter 1 of book of Numbers, verse 45, it says like this: So all who were numbered of the children of Israel by their fathers' houses from 20 years old and above were 603,550 people. സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിന് 45-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇസ്രായേൽ മക്കളിൽ ഗോത്രമായി 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരുമായി എണ്ണപ്പെട്ടവർ ആകെ 6,03,550 പേർ ആയിരുന്നു. That was a huge number. അത് വലിയൊരു സംഖ്യയാണ്. And this is only about the men who were able to fight battles or who were 20 years and above. 20 വയസ്സിന് മുകളിൽ ഉള്ളവരും അവരുടെ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചവരുമാണ്. But Bible scholars say that the number could have been anywhere between 4 million to 6 million people walking out of Egypt to go to the promised land. എന്നാൽ വേദപണ്ഡിതന്മാർ പറയുന്നത് 40 ലക്ഷത്തിൽ അധികം ആളുകൾ ഉണ്ടായിരുന്നുവെന്നാണ്. But only 2 of these people could enter the promised land. എന്നാൽ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചവരിൽ 2 പേർ മാത്രമാണ് വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേർന്നത്. Why? എന്തുകൊണ്ടാണ്? What could have been the reason? അതിന്റെ കാരണം എന്താണ്? Why it took 40 long years? എന്തുകൊണ്ടാണ് 40 വർഷം എടുത്തത്? Friends, our God is Alpha and Omega. He is the beginning and the end. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം അവൻ ആൽഫയും ഒമേഗയുമാണ്, അവൻ ആദിയും അന്തവുമാണ്. I believe strongly like this: God could have taken them to the promised land in 40 days. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, അവർ 40 ദിവസത്തിനുള്ളിൽ അവരുടെ വാഗ്ദത്ത ദേശത്ത് എത്തിക്കുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നു. God could have done it very quickly. അത് വളരെ പെട്ടെന്ന് ചെയ്യുവാനായിട്ട് ദൈവത്തിന് കഴിയുമായിരുന്നു. But then why God allowed these 40 long years? എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ 40 വർഷം ദൈവം അനുവദിച്ചു കൊടുത്തത്? Turn with me to the book of Deuteronomy chapter 8 and verse 2. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. And it says like this: അവിടെ ഇങ്ങനെ പറയുന്നു: And you shall remember that the Lord your God led you all the way these 40 years in the wilderness to humble you and test you to know what was in your heart, whether you would keep his commandments or not. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം. Now listen to me very carefully. എൻ്റെ വാക്കുകളെ ശ്രദ്ധിച്ചാലും We read here that there were 2 reasons why they were led to the wilderness for 40 long years. നീണ്ട 40 വർഷം അവർ മരുഭൂമിയിൽ നടക്കേണ്ടത് വന്നത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ വിശദമാക്കുന്നു. Number 1, they were not humble in the presence of God. ഒന്നാമതായിട്ട് അതിനുള്ള കാരണം പറയുന്നത് അവർ ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തിയില്ല. And number 2, to see whether they would be obedient children of God or not. അവര് രണ്ടാമതായിട്ട് അവര് ദൈവത്തിന്റെ സന്നിധിയിൽ അനുസരണമുള്ളവരായിരുന്നില്ല. So why it took 40 years? എന്തുകൊണ്ടാണ് 40 വർഷം എടുത്തത്? Number 1, because they were not humble, and number 2, because they were not obedient. ഒന്നാമതായിട്ട് അവര് ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തിയില്ല. രണ്ടാമതായി ദൈവത്തിന്റെ കൽപ്പനകൾ അവർ അനുസരിച്ചില്ല. So friends, if we want to experience the love of God and if we want to experience the blessings of God in our life, we got to be humble and we got to be obedient to the call of God or to the word of God in our life. എൻ്റെ പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ, നന്മകൾ പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ താഴുവാനും ദൈവത്തിന്റെ വചനം അനുസരിക്കുവാനും നാം തയ്യാറാകണം. Yes, we know that the promises of God are yes and amen. നമുക്കറിയാം
നമുക്കറിയാം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഉവ്വ് ഉവ്വ് എന്ന് മാത്രമാണ്. Luke chapter 21 verse 33 says that heaven and earth will pass away, but the word of God will never pass away. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21:33 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറിപ്പോകുന്നില്ല. No, the word of God will never pass away. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറിപ്പോകുന്നില്ല. But many times why we do not see the fulfillment of the promises of God in our life? നമ്മുടെ ജീവിതത്തിൽ പല പ്രാവശ്യവും എന്തുകൊണ്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകുന്നത് കാണുവാൻ It കഴിയാത്തത്? is not because God is not allowing that, it's because we are not preparing ourselves to be humble and obedient to the way God wants us to be. അത് ദൈവം അനുവദിക്കുന്നതല്ല, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുവാൻ മനസ്സ് കാണിക്കാത്തത് കൊണ്ടും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ നാം തയ്യാറാകാത്തത് കൊണ്ടും സംഭവിക്കുന്നതാണ്. These children set out from Egypt. ഇത് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ആളുകൾ, and they knew this God as nobody else. They knew that this is real God and this God loves us and he will take us to the land of milk and honey. ഇത് സത്യദൈവമാണെന്നും ഈ ദൈവം തങ്ങളെ സ്നേഹിക്കുന്നുവെന്നും തങ്ങളോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കനാൻ ദേശത്തേക്ക് അവരെ എത്തിക്കുമെന്നും അവർക്കറിയാമായിരുന്നു. But each time when they had little challenges and crisis, they started complaining and murmuring against God. എന്നാൽ ഓരോ പ്രാവശ്യവും ചെറുതായിട്ടുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അവർ ദൈവത്തിന് നേരെ, യഹോവയാം ദൈവത്തിന് നേരെ പിറുപിറുക്കുവാനും പരാതി പറയുവാനും തുടങ്ങി. Instead of believing that this God is enough to take us through these challenges, they started complaining against God. ഈ പ്രതിസന്ധിയിൽ കൂടെ അപ്പുറത്ത് കൊണ്ടുപോകുവാൻ കഴിയുന്നവനാണ് ഈ ദൈവമെന്ന് വിശ്വസിക്കുന്നതിന് പകരം അവർ പരാതി പറയുവാൻ തുടങ്ങി. When they saw the sea in front of them and when they saw the enemy at their back, they started complaining and murmuring rather than believing that God will make a way for us. അവര് കടൽ മുന്നിൽ കണ്ടപ്പോൾ, ശത്രു സൈന്യത്തെ പിന്നിൽ കണ്ടപ്പോൾ തങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുവാൻ കഴിയുന്നതിന് പകരം അവർ പരാതി പറയുവാൻ തുടങ്ങി. They forgot seeing those 10 great miracles as they were slaves in the land of Egypt. ഈജിപ്തിൽ അവർ അടിമത്തത്തിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആ അത്ഭുതങ്ങൾ, 10 ബാധകൾ അവർ കണ്ട് അറിഞ്ഞവരാണ്. They should have believed that this God is enough to take us through this challenge of our life. ഈ പ്രതിസന്ധിയിലും ഈ ദൈവത്തിന് ഞങ്ങളെ അപ്പുറത്തേക്ക് കടത്തുവാൻ കഴിയുമെന്ന് അവർക്ക് വിശ്വസിക്കണം. But instead of believing in God, what they started doing, they started complaining and murmuring. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് പകരം അവർ ദൈവത്തിന്റെ സന്നിധിയിൽ പെറുപെറുക്കുവാനും പരാതി പറയുവാനും തുടങ്ങി. Their heart became bitter and their heart grew against God when they saw challenges in front of them. അവരുടെ മുൻപിൽ അവർ പ്രതിസന്ധികൾ കണ്ടപ്പോൾ അവരുടെ ഹൃദയം കഠിനമാകുവാനും കയ്പുള്ളതായി തീരുവാനും ദൈവത്തോട് എതിര് നിൽക്കുവാനും ഇടയായി. When they were thirsty and when they did not find water in time, they started complaining against God. അവർക്ക് ദാഹിച്ചപ്പോൾ, അവർക്ക് വെള്ളം ലഭിക്കാതെ വന്നപ്പോൾ അവർ പരാതി പറയുവാൻ തുടങ്ങി. Oh, you will see this children of Israel all through their generation. They were children who were always complaining and murmuring against God. വേദപുസ്തകം നാം നോക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർ എല്ലായ്പ്പോഴും ദൈവത്തോട് പരാതി പറയുന്ന ഒരു കൂട്ടം ജനമായിരുന്നു. And so what happened? As they kept complaining and murmuring, the promise of God went away from them. The promised land went away from them. അവർ പരാതി പറയുന്നിടത്തോളം കാലം അവരിൽ നിന്ന് അനുഗ്രഹങ്ങൾ, അവരിൽ നിന്ന് ആ വാഗ്ദത്ത ദേശം ദൂരേക്ക് മാറിപ്പോയി. What they could have achieved in 40 days, it took 40 years. 40 ദിവസം കൊണ്ട് അവർ പ്രാപിക്കേണ്ടിയിരുന്ന നന്മ അവർ 40 വർഷം അതിനു വേണ്ടി എടുക്കേണ്ടി വന്നു. They wandered through the wilderness all their life, not because of anything else, but because they were complaining and they were doubting their living God. അവര് ഈ 40 വർഷം എടുക്കുവാനുണ്ടായ കാരണം ഒന്നേ ഉള്ളൂ, അവർ ദൈവസന്നിധിയിൽ പെറുപെറുക്കുവാൻ തുടങ്ങിയതും ദൈവത്തിന്റെ വചനം അനുസരിക്കാതിരുന്നതുമാണ്. I remember a story that I heard many years back from Dr. John Osteen. ജോൺ ഓസ്റ്റിനിൽ നിന്ന് കേട്ട ഒരു സംഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. A great man of God who had a heart for missions. മിഷനെ കുറിച്ച് വലിയ ഭാരമുള്ള ഒരു ദൈവദാസനായിരുന്നു പ്രിയ ജോൺ ഓസ്റ്റിൻ. When he started his ministry, when his churches were in the early stage, തൻ്റെ ശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിൽ, തൻ്റെ ചർച്ചിൻ്റെ ആരംഭഘട്ടത്തിൽ ആയിരുന്ന സമയത്ത് he said like this, that he had hardly about 50-60 members in his church. തൻ്റെ ചർച്ചിൽ അന്ന് 60-70 ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. And they wanted to have a small party for all these people together during Thanksgiving week. അവരുടെ നന്ദി പ്രകടനത്തിന്റെ ഭാഗമായിട്ട് അവരൊരു ചെറിയ പാർട്ടി കൂടുവാനായിട്ട് തീരുമാനിച്ചു. So 2 weeks before the Thanksgiving Sunday, Pastor John Osteen announced in the church
church, on Thanksgiving Sunday, we will have a lunch together. അവർ ആ താങ്ക്സ് ഗിവിംഗ് സൺഡേയുടെ 2 ആഴ്ച മുമ്പ് ഇപ്രകാരമുള്ള ഒരു പാർട്ടി ഉണ്ടായിരിക്കുമെന്ന് ചർച്ചിൽ അനൗൺസ് ചെയ്യാനിടയായി. But Pastor John Austin did not have any money. എന്നാൽ ആ പാർട്ടിക്ക് വേണ്ടതായ പണം അദ്ദേഹത്തിന്റെ കയ്യിൽ So he ഉണ്ടായിരുന്നില്ല. believed in God. എന്നാൽ അദ്ദേഹം ദൈവത്തിൽ വിശ്വസിച്ചു. And he started praying from that first day. ആദ്യ ദിവസം മുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ He തുടങ്ങി. said, God, give me enough money so that I'll be able to give good food to people and give me enough money to buy 2 good lambs. അദ്ദേഹം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ആ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള പണം തന്നാൽ ഞാൻ 2 ആട്ടിൻകുട്ടിയെ അതിനു വേണ്ടി വാങ്ങിക്കും. We will buy 2 nice lambs and we will have very good party on the Sunday coming after this Sunday. ഈ ഞായറാഴ്ച കഴിഞ്ഞു വരുന്ന അടുത്ത ആഴ്ചയിൽ ഞാൻ ആളുകൾക്ക് വേണ്ടി വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുവാനായിട്ട് ഈ 2 ആട്ടിൻകുട്ടികളെ പാകം ചെയ്യും. He kept praying for that, but he did not see any money coming or any lamb coming. അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ പണമോ ആട്ടിൻകുട്ടിയോ അദ്ദേഹത്തിന് ലഭിച്ചില്ല. The time went by. എന്നാൽ സമയം കടന്നുപോയി. And the Sunday was approaching very soon. വളരെ പെട്ടെന്ന് തന്നെ ആ ഞായറാഴ്ച കടന്നു വന്നു. Thursday came, Friday came, he had no money, he had no lamb. വ്യാഴാഴ്ചയായി വെള്ളിയാഴ്ചയായി അദ്ദേഹത്തിന്റെ കയ്യിൽ പണവുമില്ല, ആട്ടിൻകുട്ടികളുമില്ല. Saturday came, no money, no lamb. ശനിയാഴ്ച ആയപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ പണവുമില്ല, ആട്ടിൻകുട്ടിയുമില്ല. Saturday afternoon while he was praying, he prayed like this. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. God, I think it is not your will to give us the money for the lamb and you don't want us to have a big party, so give us enough money so that we will buy 2 chicken and we'll have a small party. ദൈവത്തോട് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇത്രയും വലിയൊരു പാർട്ടി നടത്തുന്നത് ഒരുപക്ഷെ അങ്ങയുടെ ഹിതമല്ലായിരിക്കാം, എന്നാൽ നാളത്തെ ഒരു ചെറിയ പാർട്ടിയായിട്ട് നടത്തുവാനായിട്ട് 2 ചിക്കൻ ആവശ്യമാണെന്ന് പറഞ്ഞു. Somewhere in his heart he was complaining and murmuring, God, why you have not given us money to buy 2 lambs. എന്നാൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ അദ്ദേഹം പിറുപിറുക്കുന്നുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇതിന് പണം തരാഞ്ഞത് എന്ന്. Saturday evening he had enough money to buy 2 chicken. ശനിയാഴ്ച വൈകുന്നേരമായപ്പോൾ 2 ചിക്കൻ വാങ്ങുന്നതിനുള്ള പണം അദ്ദേഹത്തിന് So ലഭിച്ചു. Sunday, instead of having a large big party, they had a very small party. അന്ന് ഞായറാഴ്ച വലിയൊരു പാർട്ടി നടത്തുന്നതിന് പകരം എല്ലാവരും കൂടി ഒരു ചെറിയ പാർട്ടി നടത്തി. John Austin was not happy. ജോൺ ഓസ്റ്റിൻ സന്തോഷവാനായിരുന്നില്ല. He had some bitterness towards God. അദ്ദേഹത്തിന് ദൈവത്തോട് ഒരു പരിഭവം He ഉണ്ടായിരുന്നു. was still asking God, God, why you did not provide? You could have easily provided. അദ്ദേഹം ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു, ദൈവമേ അങ്ങേക്ക് ഇത് സാധിക്കുമായിരുന്നു, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് തരാഞ്ഞത്? With a burden and with a heavy heart, he went to bed on Sunday night. അന്ന് അദ്ദേഹം വളരെ ഹൃദയഭാരത്തോടെ കിടക്കുവാനായി പോയി. And then he had a dream or a vision. അന്ന് ഞായറാഴ്ച രാത്രിയിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. He saw 2 fat and good healthy lamb running towards his house. അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തേക്ക് 2 ആട്ടിൻകുട്ടികൾ, തടിച്ചു കൊഴുത്ത 2 ആട്ടിൻകുട്ടികൾ ചാടി വരുന്നതായിട്ട് അദ്ദേഹം കണ്ടു. They were approaching his house very swiftly and quickly. അത് വളരെ വേഗത്തിൽ തുള്ളിച്ചാടിക്കൊണ്ട് ആ 2 ആട്ടിൻകുട്ടികൾ വരികയാണ്. But as they reached the main entrance of his house, എന്നാൽ അദ്ദേഹത്തിന്റെ ഭവനത്തിന്റെ പ്രധാന വാതിൽ കടക്കുന്ന സമയത്ത് 2 big snakes rose up and swallowed these 2 healthy lambs. 2 വലിയ സർപ്പങ്ങള് ഈ ആട്ടിൻകുട്ടികളെ വിഴുങ്ങുന്നതായി അദ്ദേഹം കണ്ടു. John Austin suddenly woke up. പെട്ടെന്ന് തന്നെ ജോൺ ഓസ്റ്റിൻ എഴുന്നേറ്റു. And he asked God, what does this dream mean? What are you trying to tell me? ഈ ദർശനം എന്താണെന്ന് അദ്ദേഹം ദൈവത്തോട് ചോദിക്കുക, ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചു. And God said to him like this, ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തോട് ഇങ്ങനെ My സംസാരിച്ചു, son, എൻ്റെ മകനെ, the day you started praying for 2 healthy lambs, I released it from the heaven above. നീ 2 തടിച്ചു കൊഴുത്ത ആട്ടിൻകുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയ ദിവസം തന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് അതിന് വേണ്ടതായ പ്രൊവിഷൻ അയച്ചിരുന്നു. They were running towards you. അത് നിന്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. The provision was coming closer to you. ആ ആട്ടിൻകുട്ടികൾ നിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. They would have reached you at right time. അത് യഥാർത്ഥ സമയത്ത്, നിന്റെ ആവശ്യ സമയത്ത് അവിടെ എത്തിച്ചേരുമായിരുന്നു. But then you started complaining. എന്നാൽ നീ അപ്പോൾ അതിനു മുമ്പേ പരാതി പറയുവാൻ You തുടങ്ങി. started murmuring. നീ പിറുപിറുക്കുവാൻ തുടങ്ങി. You started
started doubting me. നീ എന്നെ സംശയിക്കുവാൻ തുടങ്ങി. And the enemy took away your blessing from your life. നിന്റെ ജീവിതത്തിൽ നിന്ന് നിന്റെ ശത്രു ആ നന്മയെ എടുത്തു കളഞ്ഞു. John Osteen says like this. ജോൺ ഓസ്റ്റൻ ഇങ്ങനെ പറയുന്നു, I knelt down beside my bed and I asked for forgiveness and I repented. ഞാൻ എൻ്റെ കിടക്കയ്ക്കരികിൽ മുട്ടുകുത്തിക്കൊണ്ട് ദൈവത്തോട് എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. And he said, God, I will never complain or murmur no matter what I go through in my life. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏത് പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയാലും ഒരിക്കലും ഞാൻ പെരുവിറുക്കുകയില്ലെന്ന് അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു. John Osteen became John Osteen only because he had a character to praise and worship God no matter what he was going through in his life. ദൈവത്തിന്റെ ദാസനായ ജോൺ ഓസ്റ്റീൻ ആയതിന് കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നൽകിയതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് യാതൊരു പെരുവിറുപ്പും കൂടാതെ ദൈവത്തിന്റെ വേല ചെയ്തതുകൊണ്ടാണ്. He touched over 100 nations of this globe not because of any skills or any of his abilities but only because he had a character to praise God all the days of his life. ഈ ലോകത്തിലെ നൂറുകണക്കിന് ചർച്ചുകളെ, നൂറുകണക്കിന് രാജ്യങ്ങളെ അദ്ദേഹം ടച്ച് ചെയ്തത്, സ്പർശിച്ചത് ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ അദ്ദേഹം മനസ്സ് കാണിച്ചത് കൊണ്ട്. Today I want to challenge you, my brothers and sisters. എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഞാൻ നിങ്ങളോട് പറയട്ടെ, You may not be seeing your blessing right now. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ കാണുന്നില്ല, You may not be seeing the breakthroughs right now. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു വിടുതൽ കാണുന്നില്ലായിരിക്കാം. But do not be a person who will complain and murmur, but believe in the miracle working power of God and He will bring a miracle for you. നിങ്ങൾ പെരുപെരുക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. This God is a miracle working God. അതേ, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. He's a way maker. അവിടുന്ന് വഴിയൊരുക്കുന്ന He ദൈവമാണ്. will make impossible possible in your life. അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവമാണ്. The children of Israel wandered through the wilderness for 40 long years, not because it was God ordained, but it was because they were not humble in the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ താഴാതെ ഇരുന്നത് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ കൂടെ ഉഴന്നു നടക്കേണ്ടി വന്നത്. അല്ലാതെ ദൈവം അവരോട് കരുണ കാണിക്കാതെ ഇരുന്നിട്ടല്ല. Let us make a decision today in our life. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്നൊരു തീരുമാനമെടുക്കാം. I will not be a wilderness wanderer, എന്റെ ജീവിതത്തിൽ ഞാൻ മരുഭൂമിയിൽ ഉഴന്നു നടക്കുന്ന ഒരു വ്യക്തിയായി but തീരുകയില്ല. I will reach the promise that God has kept for me. ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മയിലേക്ക്, വാഗ്ദത്തത്തിലേക്ക് ഞാൻ പ്രവേശിക്കും. I will see the goodness of God in my life. എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മ ഞാൻ കാണും. I'm not called to be somebody who will walk all my life in wilderness without seeing the fulfillment of the promise of God in my life. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം കാണാതെ മരുഭൂമിയിൽ ഉഴന്നു നടക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ തീരുകയില്ല. You know, David became the king of Israel. നിങ്ങൾക്കറിയാമല്ലോ, ദാവീദ് ഇസ്രായേലിന്റെ രാജാവായി He തീർന്നു. was rejected by his brothers. He was ignored by his father. അവന്റെ പിതാവിനാൽ, അവന്റെ സഹോദരന്മാരിൽ അവൻ ത്യജിക്കപ്പെട്ടു. He was in the wilderness always looking after the sheep. അവൻ ആടുകളെ മേയിച്ചുകൊണ്ട് അവൻ മരുഭൂമിയിലായിരുന്നു. But from being a shepherd, he became one of the mightiest king of the Israel. എന്നാൽ അവന് ആ ഇടയ ബാലനിൽ നിന്ന് ഇസ്രായേലിന്റെ രാജാവായി How തീർന്നു. did this happen? ഇതെങ്ങനെ സംഭവിച്ചു? Not because he had some education or skills or physique. അവന് ഏതെങ്കിലും തരത്തിലുള്ള കായിക ബലമോ വിദ്യാഭ്യാസമോ കൂടുതലുള്ളത് കൊണ്ടല്ല അവൻ But only because he was a worshipper of God. എന്നാൽ ഒരേ ഒരു കാരണം, അവൻ ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. When he was sitting in the wilderness looking after the sheep, അവന് ആടുകളെ മേയിച്ചുകൊണ്ട് ആ വനത്തിൽ, ആ മരുഭൂമിയിലായിരുന്നപ്പോൾ he was not complaining to God about his father ignoring him. തന്റെ പിതാവ് തന്നെ ഉപേക്ഷിച്ചതിനെ ഓർത്ത് അവൻ പരാതി പറഞ്ഞില്ല. He was not talking about his brothers, how they were making fun of him and they were abandoning him. തന്റെ സഹോദരന്മാർ തന്നെ കളിയാക്കുകയും പരിഹസിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തതിനെ കുറിച്ച് അവൻ പരാതി പറഞ്ഞില്ല. But instead of complaining and murmuring over the situation, David would sit in the wilderness and he would sing, "The Lord is my shepherd and I shall lack nothing good in my life." അവൻ പരാതി പറയാതെ മരുഭൂമിയിലായിരുന്നപ്പോഴും ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകയില്ലെന്ന് അവന് പറയുവാനിടയായി. The heavens saw this worshipper. അതേ, സ്വർഗം ഈ ദൈവത്തെ ആരാധിക്കുന്നവനെ കണ്ടു. He was not complaining even though he was going through so many challenges in his life, but he was worshiping and God saw this. അതേ, പ്രതിസന്ധികളുടെ നടുവിൽ കൂടെ കടന്നുപോയിട്ടും അവന്റെ ആരാധന അവൻ നിർത്താതെ, അവന് പെരുപെറുക്കാതെ ഇരുന്നു. Look at the character of David. ദാവീദിന്റെ ആ പ്രത്യേകത ശ്രദ്ധിക്കുക. 103 verse 1, he says like this. 103 സങ്കീർത്തനം 1 വാക്യത്തിൽ ഇങ്ങനെ Bless വായിക്കുന്നു, the Lord, O my soul, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, and all that is within me bless his holy name.
എൻ്റെ സർവാന്തരംഗവും അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. Bless the Lord, O my soul, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. and do not forget his benefits in your life. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. David is not complaining about the problems that he has gone through in his life, but is praising God for the blessings God has given in his life. ദാവീദ് തന്റെ ജീവിതത്തിൽ കടന്നുപോയ പ്രതിസന്ധികളെ കുറിച്ച് പരാതിപ്പെടാതെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് നന്ദി കരേറ്റുവാൻ, സ്തുതി കരേറ്റുവാൻ, സ്തോത്രം കരേറ്റുവാൻ ഇടയായി. If David could do this, ദാവീദിന് ഇത് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ you and I can also do it. അതെ, എനിക്കും നിങ്ങൾക്കും സാധിക്കും. My brother, എൻ്റെ പ്രിയ സഹോദര, you might be going through a financial challenge in your life right now. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു Your പോകുകയാണ്. business may be running down. നിങ്ങളുടെ ബിസിനസ് താഴ്ചയിലേക്ക് My പോയിക്കൊണ്ടിരിക്കുകയാണ്. sister, you might be worried about your health. എൻ്റെ പ്രിയ സഹോദരി, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് You might be ഭാരപ്പെടുന്നു. worried about your children. നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ഓർത്ത് You ഭാരപ്പെടുന്നുണ്ട്. might be worried about your family. നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ട്. Brothers and sisters, you might be worried about your future, your education, I don't know what. But today, would you just start praising God? God will take you to the promised land. എൻ്റെ പ്രിയ സഹോദരി, സഹോദര, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, അതിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടാതെ ദൈവത്തിന് ആ ഏത് സാഹചര്യത്തിൽ നന്ദി പറയുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. Oh, here we read the testimony of the children of Israel who set out from Egypt but never reached the promised land. ഇവിടെ നാം കാണുന്നത് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടെങ്കിലും കനാൻ ദേശത്ത് എത്തിച്ചേരാതെ ആ പരാതി കൊണ്ട് ജീവിക്കുന്ന ഇസ്രായേൽ മക്കളെയാണ് ഇവിടെ കാണുവാൻ. Let this not be our testimony. ഇത് നമ്മുടെ സാക്ഷ്യമായി തീരല്ല. But let us be like those two who entered the promised land. നമുക്ക് ആ വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേർന്ന ആ രണ്ടുപേരിൽ ഒരാളാകാം. Joshua and Caleb. യോശുവയും കാലേബും. Only two out of 603,050 who set out from Egypt, only two could enter the promised land. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടവരിൽ ആ 6,03,550 പേരിൽ വെറും 2 പേർ മാത്രമാണ് കനാൻ ദേശത്ത് എത്തിച്ചേർന്നത്. Why only Joshua and Caleb could make it while others could not make it? ആ വാഗ്ദത്ത ദേശത്ത് എന്തുകൊണ്ടാണ് കാലേബും യോശുവയും മാത്രം എത്തിച്ചേർന്നത്? മറ്റുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഇത് കഴിയാഞ്ഞത്? The reason is when everyone else was complaining and questioning God, these two young men had vision and hope, and they knew that this God is enough for us. ഈ 2 പേർ മാത്രമേ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുകയും അതിനുവേണ്ടി അതിൽ ആശ്രയിക്കുകയും ചെയ്തുള്ളൂ. മറ്റുള്ളവരൊക്കെയും ആ സമയത്തും ആ പരാതികൾ പറഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കുകയാണ്. You know, when Moses sent 12 men to spy the land, നിങ്ങൾക്കറിയാമല്ലോ, മോശ 12 പേരെ തിരഞ്ഞെടുത്ത് അവരെ ദേശം ഒറ്റുനോക്കുവാൻ അയച്ചപ്പോൾ 10 came back murmuring, complaining and with negative news. 10 പേരും മടങ്ങി വന്നത് നെഗറ്റീവ് വാർത്തയുമായിട്ട്, അവർ പരാതിയുമായിട്ടാണ് മടങ്ങി വന്നത്. In Numbers chapter 13 verse 32 we read about it. സംഖ്യാപുസ്തകം 13:32 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. Oh, everybody else was complaining, but Caleb and Joshua came with good reports. മറ്റുള്ളവരെല്ലാവരും പരാതികൾ പറഞ്ഞപ്പോൾ കാലേബും യോശുവയും മാത്രം നല്ല വാർത്ത അറിയിക്കുവാനിടയായി. Look at Joshua chapter 14 verse 8. യോശുവയുടെ പുസ്തകം 14 അധ്യായത്തിന് 8 വാക്യത്തിൽ നാം വായിക്കുന്നു. Caleb says like this. കാലേബ് ഇങ്ങനെ പറഞ്ഞിരുന്നു. My brothers who went up with me made the heart of people melt, but I wholly followed the Lord my God. എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി, ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. What is Caleb saying here? കാലേബിയോട് എന്താണ് പറയുന്നത്? We 12 went. ഞങ്ങൾ 12 പേര് പോയി. 10 came with the news that just tore us apart. 10 പേര് മടങ്ങി വന്നിട്ട് അവർ തങ്ങളുടെ നാശം എന്നാണ്, തങ്ങൾ നശിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. But Joshua and I, when everybody else was talking negative, we said we will take that place with the help of God. 10 പേരും പരാതി പറഞ്ഞപ്പോൾ ഞാനും യോശുവയും ചേർന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, നമുക്ക് ആ ദേശം നമുക്ക് പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന്. When every complaining and murmuring person became a history, Joshua and Caleb became history creators. മറ്റ് 10 പേരും പരാതി പറഞ്ഞ 10 പേരും ചരിത്രത്തിന്റെ ഭാഗമായി അവശേഷിച്ചപ്പോൾ ഈ ദൈവത്തിന് വേണ്ടി നിന്ന, ദൈവത്തിൽ ആശ്രയിച്ച, പെറുപെറുക്കാതെ ഇരുന്ന ഈ 2 പേർ മാത്രം ചരിത്രം സൃഷ്ടിച്ചവരായി തീർന്നു. My friends, my brothers and my sisters, let us have praise and hope as our character. എൻ്റെ പ്രിയ സ്നേഹിതരെ, എൻ്റെ പ്രിയ സഹോദര, എൻ്റെ പ്രിയ സഹോദരി, ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ദൈവത്തെ ഉയർത്തുവാനായിട്ടിടയായി തീരട്ടെ. When Paul and Silas were praising God in midst of all their challenges,
പൗലോസും ശീലാസും അവരുടെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അവർ തടവറയിലായിരുന്നപ്പോഴും അവർ ദൈവത്തെ സ്തുതിച്ചതായി നാം വായിക്കുന്നു. If anybody had the reason to complain and the right to complain, these two young boys had. ഏതെങ്കിലും പരാതി പറയുവാനായിട്ട് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഈ രണ്ട് ചെറുപ്പക്കാർക്ക് അതിന് കഴിയുമായിരുന്നു. But they did not choose to complain, but they chose to praise God. എന്നാൽ അവർ പരാതി പറയാതെ ദൈവത്തെ സ്തുതിക്കുവാനിടയായി. They humbled themselves in the presence of God. അവർ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി. And what happened? The chains were broken and the doors were opened. എന്താണ് സംഭവിച്ചത്? അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു, കതകുകൾ അവർക്ക് വേണ്ടി തുറന്നു. Let praise and worship be the character of our life. Let humbleness be our ornament. And I want to tell you, you will not be a wilderness wanderer, but you will see the promise of God becoming alive in your life. അതെ, നിങ്ങൾ താഴ്മ അലങ്കാരമാലയായി നിങ്ങൾ അണിയുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതിസന്ധികളെ അതിജീവിക്കുവാനിടയായി തീരും. I don't want you to be wilderness wanderers. നിങ്ങൾ മരുഭൂമിയിൽ കൂടെ ഉഴന്നു നടക്കുന്നവരായി തീരരുത് എന്ന് ഞാൻ This ആഗ്രഹിക്കുന്നു. life is not worth just wandering round and round the wilderness, but this life should be a life where we will enjoy the presence of God and the promises of God in our life. മരുഭൂമിയിൽ ഉഴന്നു നടക്കുന്ന ജീവിതമായി തീരാതെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്ന, നന്മകൾ പ്രാപിക്കുന്ന, അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ജീവിതമായി തീരാം. No matter what you're going through today, ഇന്ന് നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ളത് ഒരു വിഷയമല്ല. know that your God is bigger than the situation you are going through today. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളെക്കാൾ വലിയവനാണ് നാം സേവിക്കുന്ന നമ്മുടെ I ദൈവം. want to close with a real story. ഞാനൊരു യഥാർത്ഥ സംഭവം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കാൻ In the month of October, I was in the state of Orissa. ഒക്ടോബർ മാസത്തിൽ 2025 ഒക്ടോബർ മാസത്തിൽ ഞാൻ ഒറീസയിലായിരുന്നു. There were close to 5,000 young men and women who had come there to worship Jesus Christ. ഏതാണ്ട് 5000-ഓളം യുവതി യുവാക്കന്മാർ വന്ന് അവർ വലിയൊരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. Some of them came forward for prayers. അവസാന സമയമായപ്പോൾ ചിലർ പ്രാർത്ഥിക്കുവാനായി വന്നു. And I was laying my hand on every one of them and was praying for them. പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട എല്ലാവരുടെയും തലയിൽ കൈവച്ച് ഞാൻ And പ്രാർത്ഥിച്ചു. as I laid my hand upon a young girl, ഞാനൊരു ചെറുപ്പക്കാരിയുടെ ഒരു യുവതിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ her neighbor, her friend said to me like this, Pastor Uncle, would you pray for her because she cannot speak, she's mute. അവരുടെ അയൽക്കാരി ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, അവൾക്ക് സംസാരിക്കുവാൻ കഴിയുകയില്ല, പാസ്റ്റർ അങ്കിൾ അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? She was going through a big challenge in her life. അവളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിൽ കൂടെ അവൾ കടന്നു The പോകുകയായിരുന്നു. situation had overpowered her. അവളുടെ ജീവിതത്തിൽ ആ സാഹചര്യം അവളെ വല്ലാതെ വീർപ്പുമുട്ടിച്ചിരുന്നു. And then I was asked and I was requested to pray for her. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു. And I prayed for her and I said, God, open her mouth and let her start speaking. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ അവളുടെ നാവിനെ തുറക്കണമേ എന്ന്. And after I prayed for everybody, when I came up to close the meeting with the prayer, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച ശേഷം ഞാൻ പൊതുവായി പ്രാർത്ഥിക്കുവാനായി അവസാനം സ്റ്റേജിലേക്ക് വന്നപ്പോൾ this girl came running forward. ഈ പെൺകുട്ടി ഓടിക്കൊണ്ട് സ്റ്റേജിലേക്ക് വന്നു. And she said, I can speak now. അവൾ പറഞ്ഞു, എനിക്കിപ്പോൾ സംസാരിക്കുവാൻ കഴിയും. Girl who could not speak in the past is saying now that I can speak right now. സംസാരിക്കുവാൻ കഴിയാതിരുന്ന ആ പെൺകുട്ടി പറയുകയാണ്, എനിക്കിപ്പോൾ സംസാരിക്കുവാൻ കഴിയും. And she took the mic from my hand and she started praising God. അവൾ എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിയിട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. After the meeting, I was talking to her. ആ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ഞാൻ അവളോട് സംസാരിച്ചു. And she said like this. അവൾ ഇങ്ങനെ പറഞ്ഞു, I had gone through a lot of challenges in my life. എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുകയായിരുന്നു. I had the sickness of having fits. എനിക്ക് ഫിക്സ് ചന്നി ഉണ്ടാകുന്ന ഒരു രോഗമുണ്ട്. I would fall unconscious. ഞാൻ ചില സമയത്ത് ഞാൻ ബോധം കെട്ട് നിലത്ത് വീഴാറുണ്ട്. And I have lost my voice. എൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടതാണ്. I have not spoken for many months. ഞാൻ മാസങ്ങളായിട്ട് സംസാരിക്കുവാൻ കഴിയുന്നില്ല. I have been going through a lot in my life right now. എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം പ്രയാസത്തിൽ കൂടെ കടന്നുപോയി. But then what she said impressed me. എന്നാൽ അവൾ പറഞ്ഞത് പ്രത്യേകമായിട്ട് എന്നെ സ്വാധീനിച്ച കാര്യം She എന്താണെന്നറിയാമോ? said, but I never complained against God. എന്നാൽ ഞാൻ ഒരിക്കൽ പോലും ദൈവത്തോട് പരാതിപ്പെട്ടിട്ടില്ല എന്ന്. But I had faith that this God will heal me. ഈ ദൈവം എനിക്ക് സൗഖ്യം തരുമെന്ന് ഞാൻ വിശ്വസിച്ചു. And she kept praising God. അവൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. When she was coming for this meeting, അവൾ ഈ മീറ്റിംഗിന് വേണ്ടി കടന്നു വരാൻ തുടങ്ങിയപ്പോൾ she told her husband like this. അവളുടെ ഭർത്താവിനോട് അവൾ ഇങ്ങനെ പറഞ്ഞു. She wrote and told her husband like this. അവൾ ഭർത്താവിനെ എഴുതി കാണിച്ചു. That when I come back, I will be speaking. ഞാൻ മടങ്ങി വരുമ്പോൾ ഞാൻ സംസാരിക്കും
സംസാരിക്കും. My Jesus will heal me. എൻ്റെ യേശു കർത്താവ് എനിക്ക് സൗഖ്യം തരും. And that is what exactly Jesus did for her. അത് തന്നെയാണ് യേശു കർത്താവ് അവൾക്ക് വേണ്ടി ചെയ്തത്. Why did she start speaking? എന്തുകൊണ്ടാണ് അവൾക്ക് സംസാരിക്കുവാൻ കഴിഞ്ഞത്? Why was there a miracle for her that evening? ആ വൈകുന്നേരം അവൾക്ക് വേണ്ടി ഒരു അത്ഭുതം നടന്നത് എന്തുകൊണ്ടാണ്? Not because I prayed for her. ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. I believe like this. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. Even if nobody would have prayed for her, she would have received a miracle before going back home. ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും അവൾ ഈ വലിയ അത്ഭുതത്തിന്റെ സാക്ഷിയായി മാത്രമേ വീട്ടിലേക്ക് മടങ്ങി പോകുകയുള്ളായിരുന്നു. Why? എന്തുകൊണ്ടാണ്? Because she knew that the situation is not bigger than the Jesus that she is believing on. അവൾക്ക് ഒരു കാര്യം അറിയാമായിരുന്നു, താൻ സേവിക്കുന്ന ദൈവത്തെക്കാൾ വലുതല്ല തന്റെ മുൻപിലുള്ള യാതൊരു സാഹചര്യവുമെന്ന്. Today, friends, your situations are not bigger than the name of Jesus Christ. എൻ്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ സാഹചര്യത്തെ നിങ്ങളുടെ ദൈവത്തെക്കാൾ വലുതല്ല നിങ്ങളുടെ സാഹചര്യം. Come on, let's be people who will praise and worship no matter what situation is. അതേ സാഹചര്യങ്ങളൊന്നും നോക്കാതെ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന് നന്ദി പറയുന്ന വ്യക്തികളായി തീരാം. Let me pray for you right now. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. Believe that you will enter the promised land. നിങ്ങൾ ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുക. You are not called to be the wilderness wanderers, but you are called to enjoy the fruits of the living God. അതേ മരുഭൂമിയിൽ ഉഴന്നു നടക്കുന്നവരായി തീരാനല്ല നിങ്ങൾ വിളിക്കപ്പെട്ടത്, ദൈവത്തിന്റെ നന്മകൾ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. Father, in the name of Jesus, പിതാവേ, യേശു കർത്താവിൻ നാമത്തിൽ I pray for my brothers and sisters right now. ഞാൻ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Lord, they might be going through a lot of challenges and crises in their life. അവരുടെ ജീവിതത്തിൽ അവർ വളരെ പ്രതിസന്ധികൾ കൂടെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. They might be having wilderness wandering experience right now. അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ മരുഭൂമിയിൽ കൂടെ ഉഴന്നു നടക്കുന്ന അവസ്ഥകൾ, സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. But unlike the children of Israel, let them be like David, who will start praising God rather than complaining. ഇസ്രായേൽ മക്കളെ പോലെ ആയിത്തീരാതെ ദാവീദിനെ പോലെ ദൈവത്തെ സ്തുതിക്കുന്ന, പെറുപെറുക്കാതെ ദൈവത്തിന് നന്ദി പറയുന്നവരായി തീരട്ടെ. And let them inherit the portion of God that is kept for them. ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അവകാശത്തിലേക്ക് അവർ പ്രവേശിക്കുമാറാകട്ടെ. Let great testimonies of victories rise from here, O God. അതേ, ഇവിടെ നിന്ന് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, അനേക സാക്ഷ്യങ്ങൾ ഉളവായി തീരട്ടെ. Lord, I bless them in the name of Jesus. യേശു കർത്താവിൻ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. In the name of Father, Son, and the Holy Spirit, let them be blessed and let them have reasons to rejoice. അതെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുകയും ദൈവിക സന്തോഷത്തിന് ഉടമകളായി തീരുകയും ചെയ്യട്ടെ. In Jesus' name. യേശു കർത്താവിൻ നാമത്തിൽ. Amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. Have a blessed day. Have a blessed week. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം, അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച ഞാൻ നിങ്ങൾക്ക് നേരുന്നു. Walk towards your promised land. നിങ്ങളുടെ വാഗ്ദത്ത ദേശത്തിലേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. Once again, thank you so much. നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയും. Let's partner together to bring smiles on the face of our fellow brothers and sisters. നമ്മുടെ പ്രിയ സഹോദരി സഹോദരന്മാരുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കുവാനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Amen.